ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിയാ ഷെഫി വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് ബാർലോ സൺഫ്ലവർ ഫീൽഡിലാണ്. നമ്മൾ ലേഡി ബോഗ ഡാമിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓൺ ദ വേ ആണ് നമുക്ക് ഈ ഒരു സൺഫ്ലവർ ഈ ഒരു ഫീൽഡുള്ളത്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഇവിടെ അഡൾട്ടിന് എൻട്രി ഫീ 3 പൗണ്ടാണ്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ എൻട്രി ആണ്. അതുപോലെ സൺഫ്ലവർ സ്റ്റെം നമുക്ക് കട്ട് ചെയ്തെടുക്കാം, 1 പൗണ്ടാണ് പെർ സ്റ്റെം. സൺഫ്ലവറിനോടൊപ്പം തന്നെ ഇവിടെ ഒരു വൈൽഡ് ഫ്ലവർ മെഡോ കൂടിയുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു കോൺ ഈ ഫ്ലവറിന് 2 പൗണ്ട്. ബ്ലൂ, റെഡ്, വൈറ്റ് ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് പല കളറിൽ ഈ ഒരു ഫ്ലവേഴ്സ് കുറച്ചധികം തന്നെയുണ്ട് ഇവിടെ. ഇറ്റ് ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പം ഞങ്ങളിവിടെ പോയത് 2 വീക്സ് എഗോയാണ്. ആ ഒരു ടൈമിൽ ഇത് ഓപ്പൺ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സൺഫ്ലവറൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. നന്നായി ഇവിടെ സ്വിങ്, ഫോട്ടോ ഫ്രെയിം, പിന്നെ കുറേ ഹാർട്ട് ഷേപ്പ്, അങ്ങനെ നമുക്ക് പല ഫ്രെയിമിലൊന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. നമ്മൾ മെയിനായിട്ട് ഇവിടെ വരുന്ന ഉദ്ദേശം ഒരു നല്ല ഫോട്ടോസ് അല്ലെങ്കിൽ കുറച്ച് ചെറിയ വീഡിയോസ് കിട്ടുക എന്നുള്ളതാണല്ലോ. സ്വിങ്ങിൽ കയറണം പറഞ്ഞ് മാളൂട്ടി ഹന്നും കൂടെ ഓടി ആദ്യം കയറി ഊഞ്ഞാലിരുന്നു. അപ്പയും കൂടെ കയറി ഇരുന്നിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്രെയിം തന്നെയാണ്. നിങ്ങൾക്ക് കാണാം ബാക്കിൽ നന്നായിട്ട് ഈ ഫ്ലവർ കായ് വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ തവണയും ഈ ഒരു സ്വിങ് ഇവിടെ ഉണ്ടായിരുന്നു, ഫോട്ടോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ബാർലോയിൽ വരുന്നത്. കഴിഞ്ഞ തവണ ഹിച്ചിൽ ലാവൻഡർ ഫാമിൽ പോയപ്പം അവിടെയുള്ള സൺഫ്ലവർ ഫീൽഡിലാണ് പോയത്. അതൊരു തുടക്കമായതുകൊണ്ട് ഫ്ലവേഴ്സ് കുറവാണ് ശരിക്കും. പക്ഷേ ആ ഒരുപാട് ഫ്ലവേഴ്സ് നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഈ ഫ്രെയിം കാണാൻ കുറേയും കൂടെ അടിപൊളിയായിരിക്കും. അങ്ങനെ സ്വിങ്ങിലിരുന്ന് കുറച്ച് ഫോട്ടോസും നല്ല കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ലിബിന ഫാമിലി നമ്മളോടെ ഉണ്ടായിരുന്നു. അവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ അവോളം എടുത്തിട്ടുണ്ട്. ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ലാവൻഡർ ഫീൽഡും സൺഫ്ലവർ ഫീൽഡും ഒക്കെ കൂടുതലായിട്ട് ഓപ്പൺ ആയിരിക്കുന്ന ഒരു ടൈമാണ്. മാളൂട്ടി ഇവിടെ കയറിയവിടെ ആദ്യം ചോദിച്ച കാര്യം എന്ന് പറഞ്ഞത് ഈ സൺഫ്ലവർ നമുക്ക് ഇവിടുന്ന് പ്ലക്ക് ചെയ്തെടുക്കാവോ എന്നാണ്. അപ്പം അതിനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവർ പിടിച്ച് നിൽപ്പാണ് പുള്ളിക്കാരി. ഈ ഒരു ഫോട്ടോ ഫ്രെയിമാണ് നെക്സ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. She's just heading to the tractor. Ivan and Nathan there. I can go. Okay, Mommy. എന്നാടാ അതെ, വല്ലപ്പോഴും ഒക്കെ കരുവാതൊന്ന് മേടിക്കണ്ടേ. ഞങ്ങൾ ഇറങ്ങിയ ദിവസം നല്ല വെയിലായിരുന്നു കേട്ടോ. 26 ഡിഗ്രി വരെ വന്നായിരുന്നു. ഈ ഒരു സൺഫ്ലവർ ഫീൽഡിൻ്റെ അതർ സൈഡിലാണ് വൈൽഡ് ഫ്ലവർ മെഡോ ഉള്ളത്. രേഷ്മ കാര്യമായി നിന്നൊരു റീലൊക്കെ ചെയ്യുന്നുണ്ട്. ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ ലിബിനാണ് കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അപ്പോഴേക്കും ട്രാക്ടറിൽ കയറിയിരുന്നത്, അവരുടേതായ കളിയും പരിപാടികളൊക്കെ. പിന്നെ ഇടയ്ക്കിതാ ഫോട്ടോ എടുക്കാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരുന്നുമുണ്ട്. ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കണം എന്നാന്ന് തോന്നുന്നു അനു അപ്പയോട് പറയുന്നത്. ഈ സൺഫ്ലവർ ഫീൽഡ് ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. ഇവിടെ UK ഇതുപോലെയുള്ള ഈ ഒരു സീസണിലുള്ള കാര്യങ്ങൾ, തുലിപ് ഗാർഡന്, സൺഫ്ലവർ ഫീൽഡോ അതുപോലെ ലാവൻഡർ ഫാം ആണെങ്കിലും ചാരിറ്റിയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. കുട്ടികളെല്ലാവരും സൺഫ്ലവർ സ്റ്റെമ്മിന് വേണ്ടിയുള്ള ബഹളത്തിലായി. അങ്ങനെ 4 പേർക്കും ഓരോ സൺഫ്ലവർ ലിവിന് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പ്ലക്ക് ചെയ്യാനുള്ള ആ സിസറും അവർ നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു അങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ. അങ്ങനെ സൺഫ്ലവറൊക്കെ കിട്ടി പിള്ളേരൊക്കെ ഹാപ്പിയായെന്ന് മൊത്തത്തിൽ പറയാൻ പറ്റിയില്ല. പിന്നെ ആരുടെ ഫ്ലവറാണ് വലുത്, ആരുടെ ഫ്ലവറാണോ കൂടുതൽ ഭംഗി കാണാമെന്നൊക്കെയുള്ള ചർച്ചകളിലായി എല്ലാവരും. എനിവേ എല്ലാവർക്കും സൺഫ്ലവറൊക്കെ കിട്ടി. നമുക്കിനി ഒരു ഫ്രെയിം കൂടിയേ ഉള്ളൂ, ഒരു ലവ് ഫ്രെയിം അതും കൂടെ കണ്ട ശേഷം നമുക്കിവിടെ നേരെ ലേഡി ബോവലോട്ട് പോവാം. വൈൽഡ് ഫ്ലവർ നമ്മൾ എടുത്തില്ല. വൈൽഡ് ഫ്ലവർ വേണമെങ്കിലും ഇതുപോലെ അവിടെ നിന്ന് നമ്മൾ എൻട്രി ചെയ്യുമ്പോഴേ ഒരു കോൺ നമുക്ക് തരും. അതിനുള്ളിൽ നമുക്ക് ഈ ഒരു ബൊക്കെ പോലെ ഇതാക്കി ആ ഒരു സെറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇടയ്ക്ക് എന്തെന്നില്ലാത്ത കാരണത്താൽ ഒരാൾ പിണങ്ങിപ്പോയി നിൽക്കുന്നു. നാടകീയമായ നിമിഷങ്ങളോടെയാണ് നമ്മളിപ്പോൾ കിടന്നുപോയിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ സൺഫ്ലവർ ഫീൽഡിലെ വിസിറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. പിള്ളേരൊക്കെ അവർക്കവിടെ കുട്ടികൾക്ക് മുതിർന്നൊക്കെയുള്ള ജ്യൂസും ചെറിയ സ്നാക്സ്, ക്രിസ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ കഴിച്ചതാ അവരും ഹാപ്പിയാണ്.
ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ കുറേ ഫ്രെയിം പറയല്ലേ, അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഈ തിരിച്ചല്ല നമ്മൾ നമ്മുടെ ലേഡി ബോവർ റിസർവിലോട്ട് പോവുകയാണിപ്പം. അപ്പം നമ്മൾ ഈ ഒരു ലേഡി ബോവർ റിസർവിനോട് നമ്മൾ പാർക്കിങ്ങിനാണ്, ചെറിയൊരു പാർക്കിംഗ്, ഒരുപാട് വരുന്നൊന്നുമല്ല. അപ്പം നമുക്ക് കിട്ടിയാൽ ഞങ്ങൾ 2-3 റൗണ്ട് അടിച്ച ശേഷമാണ് നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് റോഡ് സൈഡ് വരെയും കുറച്ച് പാർക്കിംഗ് ഉണ്ട്, അതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന കാര്യം. ഇതാണ് ഈ ഹെദർഡീൻ കാർ പാർക്കിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ ഈ സൈഡിൽ കൂടെ മുകളിൽ ചെന്നിട്ടാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. പേ ആൻഡ് ഡിസ്പ്ലേ ആണ് അവിടെ. എനിക്ക് തോന്നി കാർ പാർക്കും അണ്ടർ 700 ആണെന്ന് തോന്നുന്നു, കാരണം അവിടെയാണ് ഈ ഒരു ഡാമും. നമ്മൾ കാർ പാർക്ക് ചെയ്ത് ആ റോഡ് വഴി തന്നെ നേരെ ഇറങ്ങി വന്നു. വരുന്ന വഴി തന്നെ ഈ വിപ്പി വാൻ ഇവിടെ കിടക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഐസ്ക്രീമിന് വേണ്ടി ഒരു ബഹളം വെച്ചുകൊണ്ടാണ് ഈ ഒരു വഴി ഇറങ്ങി വരേണ്ടി വന്നത്. അതല്ലായിരുന്നെങ്കിൽ ആ കാർ പാർക്കിൻ്റെ അതർ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു നടവഴിയുണ്ട്. നമ്മളതിൽ ഇറങ്ങുമ്പോൾ നേരെ ആ ഡാമിൻ്റെ സൈഡിലോട്ടാണ് ഇറങ്ങി ചെല്ലുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ മുമ്പിൽ കാണുന്നതാണ് ലേഡി ബവർ വയഡക്റ്റ്. അതുപോലെ ഇപ്പം മുമ്പിൽ കാണുന്നത് അഷോപ്റ്റൺ വയഡക്റ്റും. അത് ഈ ഒരു റിസർവിൻ്റെ മുകളിലൂടെ പണിതിരിക്കുന്നതാണ്. ഇനി നമ്മൾ ആ ഒരു ലേഡി ബവർ ഡാമിൻ്റെ അങ്ങോട്ട് നമുക്ക് നടന്നു പോകാം. അങ്ങനെ നമ്മൾ നടന്ന് ഈ റിസർവോറിൻ്റെ സൈഡിലോട്ട് ഇങ്ങെത്തി. ഇതൊരു ആർട്ടിഫിഷ്യലി ബിൽറ്റ് വൈ ഷേപ്ഡ് റിസർവോയർ ആണ്. ഇതിൻ്റെ ആ ഒരു പണിത് കാലഘട്ടം എന്ന് പറയുമ്പോൾ 1935 43 ആ ഒരു ടൈം പീരീഡിലാണ് ഇത് പണിതേക്കുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ നടത്തിയത് 1945 അന്നത്തെ രാജാവായിരുന്ന കിങ് ജോർജ് 6 ക്വീൻ എലിസബത്തും കൂടെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചേക്കുന്നത്. ഈ റിസർവോയറിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ 2 പ്ലഗ് ഹോൾസ് ആണ്. അതൊരു എഞ്ചിനീയറിംഗ് മാർവൽസ് ആണ് ഈ ഒരു റിസർവോയറിൻ്റെ. ഒന്ന് ഈ സൈഡിൽ ഇപ്പോൾ കാണുന്നതും ഒന്ന് അതർ എൻഡിലും. ഇതെന്ന് പറയുന്നത് 2 റിവറാണ് ശരിക്കും ഈ ഒരു റിസർവറിലോട്ട് ഒഴുകിയെത്തുന്നത്. ഒന്ന് റിവർ അഷോപ്റ്റണും ഒന്ന് റിവർ ഡെവൻറ്റും. അതിൽ നിന്നുള്ള ആ ഒരു ഓവർഫ്ലോ വരുന്നൊരു ടൈമിൽ ഈ ഒരു പ്ലഗ് ഹോൾസിലോട്ട് ആ വെള്ളം വീഴുന്നത് കാണാനാണ്. അതാണ് ഏറ്റവും ഭംഗി. അത് മോസ്റ്റ്ലി കൂടുതൽ കാണുന്നത് വെറ്റർ മന്ത്സ് ആണ്. അതായത് വിൻ്റർ സീസണിലും ഏർലി സ്പ്രിങ്ങിലും ഒക്കെയാണ് ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആ ഒരു ടൈമിൽ പോയാലാണ് നമുക്ക് അതിൻ്റെ ഒരു റിയലി ആ പ്ലഗ് ഹോൾസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഇതിലൂടെ വരുന്ന ഓവർഫ്ലോ വാട്ടർ ഇതിനടിയിലുള്ള ടണലിലൂടെ നേരെ റിവർ ഡെവനിലോട്ട് അവർ ചാനലൈസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലഡിങ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പണിതിരിക്കുന്നതാണ് ഇത്. ഈ ഒരു പ്ലഗ് ഹോൾസിന് പറയുന്ന പേര് ബെൽമൗത്ത് സ്പിൽവേസ് എന്നാണ്. ഇവിടെ ഞാൻ ഒരു ഓവർഫ്ലോ വരുന്ന ടൈമിൽ ജസ്റ്റ് ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ഭംഗിയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ പോയൊരു ടൈമിൽ ഈ ഒരു ഓഗസ്റ്റ് ടൈമിൽ ഇത് ശരിക്കും ഡ്രൈ ആയി കിടക്കുന്ന ഒരു സമയത്തായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഓവർഫ്ലോ ഭംഗി നമുക്ക് കാണാൻ പറ്റിയില്ല. ഇനി നമുക്ക് ഈ റിസർവോയറിൻ്റെ ഈ ഒരു സൈഡ് തൊട്ട് അതർ സൈഡ് വരെ ഒന്ന് നടന്ന് കാണാം. ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്, വാക്ക് വേ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഇതിലൂടെ അങ്ങ് കയറുന്നപാടെ അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്കൊരു വാലി പോലെ കാണാം. അതർ സൈഡിൽ റിസർവോയർ ഏരിയയും. ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ ഉണ്ട് ഈ റിസർവോയറിനുള്ള ചെറിയ ഇൻഫർമേഷൻ തരുന്നത്. അപ്പോൾ ഈ റിസർവോയർ ഇതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സെവൻട്രൻ്റ് ആണ്. അവരാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കമ്പനി. അതുപോലെ ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് ഡെർവൻ വാലി വാട്ടർ ബോർഡിൻ്റെ അണ്ടറിൽ ഒരു സ്കോട്ടിഷ് കമ്പനിയാണ്. ഇവിടെ 3 റിസർവോയേഴ്സ് ആണുള്ളത്, ഹൗഡൻ, ഡെർവൻ ആൻഡ് ലേഡി ബവർ. അതിൽ ലോവസ്റ്റ് ആണ് ഈ ലേഡി ബവർ റിസർവോയർ. ഇതിൽ നിന്ന് ഒരു ദിവസം 200 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6.1 ബില്യൺ ഗാലൺ ഓഫ് വാട്ടർ ആണ്. ഈസ്റ്റ് മിഡ്ലാൻഡ്സിനോട്ടുള്ള വാട്ടർ സപ്ലൈ ആണ് ഈ ഒരു റിസർവോയറിൽ നിന്നുള്ളത്. നമുക്ക് ലെസ്റ്ററിലോട്ടുള്ള വാട്ടർ സപ്ലൈ ഒക്കെ ഇപ്പോൾ ഇവിടെ നിന്നാണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് ടെയിൽ ബേ. ടെയിൽ ബേ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2 പ്ലഗ് ഹോൾസ് ഉണ്ടെന്ന്, അതിൽ നിന്ന് വാട്ടർ ചാനലൈസ്ഡ് ചെയ്ത് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന വാട്ടർ ഈ ഒരു 2 സൈഡിൽ നിങ്ങൾക്ക് കാണാം. ആ ഒരു സൈഡിലൂടെ വന്നിട്ടാണ് ഈ ഒരു റിവർ ഡെവൻറ്റിലോട്ട് ഫ്ലോ ചെയ്തു പോകുന്നത്. ഈ റിസർവറിൽ നിന്നുള്ള വാട്ടർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ബാംഫോർഡിലാണ്. ബാംഫോർഡിൽ നിന്നുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഈസ്റ്റ് മിഡ്ലാൻഡ്സിലുള്ള സപ്ലൈ നടക്കുന്നത്. അതായത് നോട്ടിംഗ്ഹാം, ഡർബി, ലെസ്റ്ററിലോട്ടൊക്കെയുള്ള ആ ഒരു വാട്ടർ സപ്ലൈ. അതോടൊപ്പം തന്നെ ഈ ബയോഡൈവേഴ്സിറ്റി എൻഹാൻസ് ചെയ്യുന്നതിൽ ഈ ഒരു റിസർവോയറിന് ഒരു ക്രൂഷ്യൽ റോളുണ്ട്. ഒരു ലോക്കൽ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൽ
നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതൊരു കുറച്ച് ഫോറസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടുണ്ട്. അങ്ങനെ ഇത് എന്താണ് ഈ റിസർവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വേരിയസ് വൈൽഡ് ലൈഫിനെ പ്ലാന്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നാച്ചുറൽ ബ്യൂട്ടി, എക്കോളജിക്കൽ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനും ഈ റിസർവോറിൽ ഒരു ക്രൂഷ്യൽ റോൾ വഹിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ റിസർവോറിൻ്റെ വോക്ക് വേസ് നിന്ന് നടന്ന് തിരിച്ചിങ്ങ് പോകുന്നു. അതാ ഈ ഒരു സൈഡിലൂടെയാണ് നമ്മൾ ആദ്യം ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞൊരു സൈഡില്ലേ, കാർ പാർക്കിൻ്റെ അതർ സൈഡിലൂടെ വന്നു തരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങായിരുന്നു എന്ന് ആ ഒരു എൻഡാണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു റിസർവോറിൻ്റെ ഇനാഗ്രേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് ഇനി മുകളിലോട്ട് കയറി കാർ പാർക്കിൻ്റെ ഏരിയയിലോട്ട് ചെല്ലാം. ഇവിടെ ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട് അങ്ങോട്ട്, ഇതിലേ പോകണമെങ്കിൽ പാർക്കിങ്ങിലോട്ട് നമുക്ക് ചെല്ലാം. അതുപോലെ ടോയ്ലറ്റ്സ് ഒക്കെ അവിടെയുണ്ട്. ഈ ഒരു ലേഡി ബോ റിസർവർ വിസിറ്റ് ചെയ്യുന്നവർ അതിൻ്റെ ഒരു ഓവർഫ്ലോ തന്നെ അതിൻ്റെ ഭംഗിയിൽ ആസ്വദിക്കണമെങ്കിൽ കുറച്ച് മഴയൊക്കെ ഉള്ള സമയത്ത് വന്നാലാണെന്ന് പറഞ്ഞത്. ഈ ഒരു ടൈമിൽ ശരിക്കും ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുവാണ്. അങ്ങനെ റിസർവോറിൽ ഇവിടുത്തെ വോക്കെല്ലാം കഴിഞ്ഞ് നമ്മളിതാ നേരെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഷെഫീൽഡ് സിറ്റിയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള ഗ്രാൻഡ് കേരള സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. നമ്മളെവിടെ പോയാലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു കേരള റെസ്റ്റോറൻറ്റ് എന്ന് തന്നെ പറയാം, നമ്മൾ കണ്ടുപിടിച്ചിരിക്കും അല്ലേ. അങ്ങനെ പറഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും അടുത്തുണ്ടായിരിക്കുകയും തന്നെ. നമ്മളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്തായിരുന്നു നമുക്ക് ഏതാണ് അടുത്ത റെസ്റ്റോറൻ്റ് എന്ന്. അപ്പോഴാണ് ഈ ഒരു ഗ്രാൻഡ് കേരള റെസ്റ്റോറൻറ്റിൻ്റെ പേര് കണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നെ ആകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇന്നത്തെ എന്താണ് ലഞ്ചെന്നും ഡിന്നറെന്നൊക്കെ പറയാം. എനിവേ എല്ലാവരും കാര്യമായിട്ട് വിശന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ബിരിയാണിയും ചട്ടിച്ചോറും കപ്പ ബിരിയാണിയും ഒക്കെ ആയിട്ട് കാര്യമായിട്ട് ഓർഡർ ചെയ്തു. കുട്ടികൾക്കാണെങ്കിലും കിഡ്സ് മെനു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊറോട്ടയും അപ്പവും ചിക്കനൊക്കെ ആയി അവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. കളർഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു വെറൈറ്റി ആംബിയൻസ് ആയിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ കുഞ്ഞു ട്രിപ്പ് ഇവിടെ ഫിനിഷ് ചെയ്യാണ്. അപ്പം ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, ബൈ ഫ്രം റിയ ഷെഫി വ്ലോഗ്സ്. താങ്ക് യു.